നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തകർന്ന ചാഴൂർ കമന്റോ മുഖം താൽക്കാലിക തടയണയിൽ മൺചാക്കുകൾ നിരത്തി വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ നടപടികൾ തുടങ്ങി. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, കമന്റോ മുഖം താൽക്കാലിക തടയണ പൊട്ടിയതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. പ്രദേശവാസികളുടെ പ്രതിഷേധവും നമ്മൾ കേട്ടതാണ്. ഇന്നിപ്പോൾ താൽക്കാലികമായി മൺചാക്കുകൾ നിരത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആദിത്യ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കരുവന്നൂർ പുഴയുടെ ചേർന്നുള്ള കമാൻഡോ മുഖത്തെ താൽക്കാലിക തടയണ തകർന്നത്. ഇതുമൂലം 5 പഞ്ചായത്തുകളിൽ 500ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായിരുന്നു. പല വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികൃതരുടെ നടപടി അടിയന്തരമായി പ്രദേശവാസികൾ അടക്കമുള്ളവർ ഉന്നയിച്ചത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഈ ബണ്ടിലെ അശാസ്ത്രീയതയും എല്ലാം വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇതിനൊക്കെ താൽക്കാലിക പരിഹാരം എന്നോണമാണ് ഇന്നിപ്പോൾ രാവിലെ ഈ തകർന്ന ബണ്ട് ഏതാണ്ട് ഭാഗികമായി മാത്രമാണ് തകർന്നത്. അതിലൂടെ വെള്ളം അതിശക്തമായി ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അതിന് താൽക്കാലിക ഒരു തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഈ തടയണയുടെ മുകളിൽ കൂടുതൽ മൺചാക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു തടയണ നിർമ്മിക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്ത നടപടി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഏറെക്കുറെ വെള്ളത്തിന്റെ ഒഴുക്ക്, ഈ പ്രദേശങ്ങളിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ജനങ്ങളുടെയും പ്രദേശവാസികളുടെയൊക്കെ ഒരു വലിയൊരു ആശങ്കയ്ക്ക് താൽക്കാലികമായ ഒരു പരിഹാരം ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. നിരവധി മൺചാക്കുകളാണ് ഇത്തരത്തിൽ ഈ തടയുടെ മുകൾ ഭാഗത്തായിട്ട് ഇടുന്നത്. ഇതുമൂലം ഒഴുക്ക്, അനിയന്ത്രിതമായ ഒഴുക്കിന് തടയിടാനും സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കോൺഗ്രസിന്റെയും അതുപോലെ രാജീവ് ഗാന്ധി സംഘടനകളുടെയും നേതൃത്വത്തിൽ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ മിനി സിവിൽ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഈ പ്രവർത്തകർ ഉപരോധവും സമരവുമായി എത്തിയിരുന്നു. അവരുമായി സംസാരിച്ചതിന് ശേഷം ആണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്തരത്തിൽ ഒരു നടപടിക്ക് തയ്യാറായി അത് തുടരുന്നു എന്ന് അറിയിക്കുന്നത്. തുടർന്ന് നമ്മളും ആ സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ തന്നെ മൺചാക്കുകൾ നിരത്തുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനൊപ്പം തന്നെ ഈ സ്ഥലത്ത് പിന്നീട് കേന്ദ്രമന്ത്രിയും മണ്ഡലം MLA കൂടിയായ സുരേഷ് ഗോപിയും എത്തുകയുണ്ടായി. ജനങ്ങളുമായി സംവദിക്കുന്ന പ്രദേശവാസികളുടെ ആശങ്കകൾ കേൾക്കുന്നു. ഒപ്പം തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നോണം വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് സ്ഥിരമായ ഒരു തടയണയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MP എന്ന നിലയിൽ തനിക്ക് ഇടപെടാനുള്ള പരിമിതിയുണ്ട്. എന്നാൽ പോലും ഇത് ജനങ്ങളുടെ ആവശ്യം അത് ഇതുമായി തന്നെ പരിഗണിക്കണം. ഒപ്പം തന്നെ അതിന് ധനസഹായം വേണമെങ്കിൽ അതും നൽകാൻ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറയുകയുണ്ടായി. ഒപ്പം തന്നെ എന്തായാലും തകർന്ന ചാഴു കമന്റോ മുഖം താൽക്കാലിക തടയണയിൽ മൺചാക്കുകൾ നിരത്തിക്കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിലല്ലെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടിയായിരിക്കുന്നത്. ശാശ്വതമായൊരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ ആവശ്യം.